ഹായ് മക്കളെ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. നമുക്കറിയാം നീറ്റിനെ സംബന്ധിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറെ എക്സാമുകൾ NTA റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ നീറ്റ് UG പരീക്ഷ ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. അതിന്റെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ന്യൂസ്. എങ്കിലും കോടതികളിൽ നിന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ CBI അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിട്ടുണ്ട്. അതേപോലെ NTA ചെയർമാൻ ഡയറക്ടർ ജനറലിനെ മാറ്റിയിട്ടുണ്ട്. സുബോധ് കുമാറിനെ മാറ്റി പ്രദീപ് സിംഗിനെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ ചേഞ്ചസ് വരുമ്പോൾ തന്നെ ഒരു റീനീറ്റ് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു ആശങ്കയിൽ പല കുട്ടികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരമാവധി കുട്ടികളിലേക്ക് ഇത് അയച്ചു കൊടുക്കുക. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ വിദ്യാർത്ഥികൾ ഏതായാലും ഒരു എന്താ പറയുക ഫ്രീ മൈൻഡഡ് ആയിട്ട് എല്ലാത്തിനെയും അഡാപ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഒരു റീനീറ്റ് എങ്ങാനും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ കുട്ടികൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റീനീറ്റ് വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥന. ഇനിയും അങ്ങനത്തെ രീതിയിലുള്ള പ്രഷറൈസേഷൻ ഞങ്ങളെ മുകളിൽ ഇല്ലാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ബീഹാറിൽ പേപ്പർ ലീക്ക് ആരോപണം വന്നിട്ടുണ്ട്. അത് എത്ര പേരെ 24 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഗുജറാത്തിൽ ക്രമക്കേടിന്റെ ഭാഗമായിട്ട് അവിടെയും എന്തിട്ടുണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ കാണുമ്പോൾ ചിലൊരു പോസിബിലിറ്റി എന്തിട്ടുണ്ട്, റീനീറ്റിനും ഒരു ചാൻസ് ഈസ് ദർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, മുതലാക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിലേക്കുള്ള ഒരു ചെറിയൊരു എയ്ഡ്, ഒരു സഹായം ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഷെഡ്യൂൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഷെഡ്യൂള് ഇന്ന് മുതൽ ആരംഭിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് ഇന്ന് മുതൽ ആരംഭിച്ച് 8-ാം തീയതി സുപ്രീം കോടതിയുള്ള കേസിലുള്ള തീരുമാനം വരുമ്പോൾ എന്താണോ അതിന് തീരുമാനം അനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തുണ്ടാവില്ല, അവിടെ എന്ത് ഡിസിഷൻ ആണെങ്കിൽ കൂടി നമുക്ക് എന്തില്ല, ഒരു പ്രശ്നം നമ്മളെ മനസ്സിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് മുൻകൂട്ടി ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ ആദ്യം മനസ്സിലേക്ക് ഉറപ്പിക്കുക. ഇനി ആ റീനീറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏറ്റവും മോട്ടിവേഷൻ നമ്മൾക്കായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കാര്യം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുണ്ട് ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് കിട്ടുകയും കൂടുതൽ പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, നമ്മുടെ മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വരികയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ കാര്യമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഈ റീനീറ്റിന്റെ ചെറിയൊരു, ഞാൻ ബാക്കിൽ കാണുന്ന പോലെ നീറ്റ് റിവിഷൻ സ്ട്രാറ്റജി എന്നുള്ള, റീനീറ്റ് ഞാൻ കൊടുത്തില്ല, നീറ്റിന്റെ റിവിഷൻ സ്ട്രാറ്റജി പോലെയാണ് ഒരു 39 ഡേയ്സിന്റെ റിവിഷൻ സ്ട്രാറ്റജിയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു മാസം 8 ദിവസവും ജൂലൈയിൽ നമുക്കൊരു 31 ദിവസം കിട്ടുന്ന രൂപത്തിലാണ് 39 ഡേയ്സ് കണ്ടിട്ടുള്ളത്. അപ്പോ ഇതില് ഇനിയിപ്പോ ഇന്ന് കാണുന്നവർ നാളെ കാണുന്നവരൊക്കെ ഉണ്ടാവും വീഡിയോ. അപ്പൊ അതിനനുസരിച്ച് Day 1 Day 2 എന്നാണ് കൊടുത്തത്. നിങ്ങൾ എന്നാണോ കാണുന്നത് അന്ന് മുതൽ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം പഠിച്ചു തുടങ്ങുക. അതുപോലെ നിങ്ങൾ ഇത് കാണുന്നവർ എന്ത് ചെയ്യുക, പരമാവധി കുട്ടികളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷെഡ്യൂള് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവർക്ക് കൂടി കിട്ടുന്ന രൂപത്തിലേക്ക് ഈ ഒരു വീഡിയോനെ എല്ലാവരിലും എത്തിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ടോട്ടൽ 39 ഡേയ്സ് ആണ്. ഡെയിലി ടാർഗറ്റ് ഫിസിക്സ് 1 ചാപ്റ്റർ, ദെൻ കെമിസ്ട്രി 1 ചാപ്റ്റർ, അതേപോലെ ബയോളജി 1 ചാപ്റ്റർ. പക്ഷെ നമുക്കറിയാം ബയോളജിയിൽ 32 ചാപ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവസാനത്തിലേക്ക് നമ്മൾ ആദ്യം കെമിസ്ട്രി നമ്മൾ തീരും. ഒരു എന്താ പറയാ 25 അല്ലെ, ഒരു നോക്കട്ടെ 32 ഡേയ്സ് ആകുമ്പോഴേക്കും നമുക്ക് എന്തുണ്ട്, പ്രാക്ടിക്കൽ കെമിസ്ട്രിയോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കെമിസ്ട്രിന്റെ കാര്യങ്ങൾ തീരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഫിസിക്സും ബയോളജിയാണ് ഉണ്ടാവുക. അപ്പോൾ ഫിസിക്സിൽ കുറച്ച് വേപ്റ്റിക്സ് പോലുള്ള ചാപ്റ്റേഴ്സ്, അങ്ങനെ എക്സ്പെരിമെന്റൽ സ്കിൽസ് വരെ നമുക്ക് 37 ഡേയ്സിൽ തീർക്കാൻ പറ്റും. എന്നിട്ട് എന്താണ് ബയോളജിയുടെ ഒരു 4 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഏകദേശം ഒരു 1 ഡേ നിങ്ങൾക്ക് 3 ചാപ്റ്റർ അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സ് ആ രീതിയിൽ മാത്രമാണ് ഒരു പ്ലാനിങ് കിട്ടുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. കൂടാതെ ഓരോ 2 ദിവസം കഴിയുന്നതിനനുസരിച്ച് ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചെലവഴിച്ചിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ 2 ദിവസം പഠിക്കുന്നു, ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ ആ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അവർ പഠിക്കേണ്ട ഡെയിലി റൊട്ടീന്റെ ടൈമിങ്ങും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ആ ഒരു ടൈമിംഗ് എന്നെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഏകദേശം ടൈമിംഗ് നമുക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ടൈമിംഗ് ഡെയിലി ചെയ്യാൻ പറ്റാവുന്ന, പല കുട്ടികൾക്കും ചിലപ്പോൾ പെട്ടെന്ന് റിവൈസ് കഴിയുന്നവരൊക്കെ ഉണ്ടാവും. അവർക്ക് എന്താ റിലാക്സ് ചെയ്താൽ മതി. ആ രീതിയിൽ തന്നെ നിങ്ങൾ പ്ലാൻ അനുസരിച്ച് പോവാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പം ബയോളജിയിലുള്ള എല്ലാ ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അങ്ങനെ തുടങ്ങി 2 ഡേ പോകും. അതേപോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ സ്ട്രെയിറ്റ് ലൈനും ഫിസിക്സിൽ പോകും. കെമിസ്ട്രിയിൽ സം ബേസിക് കൺസെപ്റ്റും സെക്കൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റവും വരും. അപ്പൊ ഈ എന്താ പറയാ 4-6 ചാപ്റ്റേഴ്സിന്റെ പ്രാക്ടീസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു ദിവസം Day 3 എന്ന് പറയുന്ന സമയങ്ങളിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്കുകൾ ഉണ്ടാവും, മെറ്റീരിയൽ ഉണ്ടാവും. എവിടെ പഠിച്ച കുട്ടികളാണെങ്കിലും മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ പ്രാക്ടീസ് രൂപം ചെയ്യുക, അത് എക്സാം എഴുതുന്ന രൂപത്തിൽ തന്നെ പ്രാക്ടീസ്
ചെയ്യാൻ ശ്രമിക്കുക. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പ്രാക്ടീസ് സെക്ഷൻ ഉപയോഗപ്പെടുത്തുക. നമ്മളുടെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതൊരു എക്സാം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീനീറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സംഭവത്തെ ഷെഡ്യൂളിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ എക്സാമുകളും കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുവന്ന് മറ്റൊരു ഷെഡ്യൂളിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഇപ്പൊ ഈ ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഷെഡ്യൂൾ കിട്ടേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അതിലേക്ക് നമ്മൾ അയച്ചു തരാം. അതേപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കമന്റോ ഒക്കെ ആയിട്ട് ചോദിക്കുകയും ചെയ്യാം. അപ്പൊ ആ രീതിയിലുള്ള നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതാണ്. അല്ലെങ്കിലും നമ്മൾ നിങ്ങളുടെ ഫോർവേഡ് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ നീറ്റിലുള്ള അപ്ഡേറ്റുകൾ, അതേപോലെ പിന്നെ ഇനി കൗൺസിലിംഗ് വരികയാണ് അതിന്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാനൽ. അതേപോലെ പിന്നെ മറ്റുള്ള കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആവശ്യമുള്ള കുട്ടികൾ ഉണ്ടാവും, അവരിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഷെഡ്യൂളിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ലിങ്ക് ഇടാം, അതേപോലെ വാട്സപ്പ് ലിങ്ക് ഇടാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇടും. അതിൽ ചേർന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഡയറക്റ്റ് ചോദിച്ചിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ വാങ്ങിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട്, അതായത് റീനീറ്റ് ഉണ്ട് എന്നുള്ള ചിന്താഗതി മാത്രമല്ല, റീനീറ്റ് വരാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്, ആ റീനീറ്റ് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്കൊരു ടെൻഷൻ പാടില്ല എന്നുള്ള ചിന്താഗതിയോട് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, നല്ലൊരു എന്താ പറയാ, ഒരു നീറ്റിന്റെ കാലഘട്ടം ആശംസിക്കുകയാണ്. കാലഘട്ടം എന്ന് പറയുന്നത് റീനീറ്റ് ആയിട്ടല്ല, അത് കൗൺസിലിംഗ് ആയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റീനീറ്റ് ആയിട്ട് അങ്ങനെ, ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.